വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിഴിഞ്ഞം പുതിയ തുറയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നാടകം. മീൻ കച്ചവടക്കാരായ വനിതകളെ കൊണ്ടുവന്ന് പ്രത്യേക തയ്യാറാക്കിയ ചന്തയിൽ തരൂർ മത്സ്യം കൈകൊണ്ട് എടുത്തുയർത്തി. തങ്ങളുടെ ചന്ത ഇവിടെയല്ലെന്നും ഇതിനുവേണ്ടി ഇവിടെ വന്നതാണെന്നും വല്ലപ്പോഴുമൊക്കെ ഇവിടെ ഇരിക്കാറുള്ളെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും റിനു ശ്രീധർ ചേരുന്നു. റിനു, ഇതൊരു രാഷ്ട്രീയ നാടകം തന്നെയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം തരൂരിനെ പറ്റി വിവിധ പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ന് അരങ്ങേറിയപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള പ്രകസനം മാത്രമല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും നസിയ, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രകസന നാടകം തന്നെയായിരുന്നു ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ അവഹേളിച്ച ശശി തരൂർ ഇന്ന് മീൻ കൈകൊണ്ട് എടുത്തുയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ പ്രചരിച്ച് വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ന് കോൺഗ്രസ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പുതിയ തുറയിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നാടകത്തിന് നാന്ദി കുറിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ചന്ത നടത്തുന്ന പതിവില്ല എന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം ഈ ശശി തരൂർ അവിടെ എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശിവകുമാർ അവിടെ എത്തുന്നു. നമുക്ക് ചിത്രത്തിൽ വ്യക്തമായി കാണാം. അതിനുശേഷം ഈ സ്ത്രീകളെ എല്ലാം തന്നെ കൊണ്ടിരുത്തിക്കൊണ്ട് ശശി തരൂർ വരുമ്പോൾ ഏത് രീതിയിലാണ് തങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ശിവകുമാർ കൃത്യമായി തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ചിത്രം നമുക്കതിൽ കാണാൻ കഴിയും. മത്സ്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു ആഘോഷ പരിപാടി തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ക്ലാസ് ശിവകുമാർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശശി തരൂർ അവിടേക്ക് എത്തുന്നു. അതിനുശേഷം ഈ സ്ത്രീകൾ ശിവകുമാർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ തന്നെ മത്സ്യങ്ങൾ എടുത്ത് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ശശി തരൂർ മീൻ കൈകൊണ്ടെടുത്ത് ഉയർത്തുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മത്സ്യ മാർക്കറ്റുകൾ സന്ദർശിച്ച ഇതേ ശശി തരൂർ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് ആണ് ഈ മത്സ്യങ്ങളെ എടുത്തുയർത്തുന്ന ഒരു കാഴ്ച വന്നത്. അതിനു പിന്നാലെയാണ് ട്വിറ്ററിലൂടെ ഒരു മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുന്ന ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടത്. അതിനുശേഷം വലിയ രീതിയിൽ അത് ഒരു പ്രതിഷേധമായി കേരളത്തിൽ എങ്ങും അലയടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നാടകം കളിക്കാൻ കോൺഗ്രസും ശശി തരൂരും തയ്യാറായത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം അരങ്ങേറിയത്. ആ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ മത്സ്യത്തൊഴിലാളികളോടൊപ്പം നമ്മൾ സംസാരിച്ചപ്പോഴും അവർ ഞങ്ങളോട് പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് അടുത്ത ബുള്ളറ്റിനിൽ പ്രേക്ഷകരുമായി സംവദിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവർ പറയുന്നതും ഇതാണ്. സാധാരണഗതിയിൽ ഞങ്ങൾ ഇവിടെയല്ല ചന്ത കൂടുന്നത്, വല്ലപ്പോഴും ചിലപ്പോൾ ഇവിടെ ഇരിക്കാറുണ്ട്. ഇന്ന് കോൺഗ്രസുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് വക്കിൽ വന്ന് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ ശശി തരൂർ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ് എന്നുള്ള ഒരു കാര്യവും അവർ തുറന്നു സമ്മതിക്കുന്നുണ്ട്. നസിയ, റിനു, നമുക്ക് വ്യക്തമായ ഒരു ചിത്രം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഇല്ലാത്ത ചന്ത, അതായത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ചന്ത ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ് ഇന്നിവിടെ ഇറങ്ങിയത്. ഇതിൽ ശരിക്കും രാഷ്ട്രീയ കൂടിയ ലക്ഷ്യം എന്താണ്? നസിയ, അതായത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെ അർദ്ധരാത്രി മുതൽ ശശി തരൂരിനെതിരെ ഉണ്ടായി. അതായത് മത്സ്യത്തിന്റെ മണം അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഗന്ധം എന്ന് പറയുന്നത് തനിക്ക് ഓക്കാനം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളത് അദ്ദേഹം ട്വിറ്ററിലൂടെ കുറിക്കുകയുണ്ടായി. ഇത് കേരളത്തിന്റെ സൈന്യത്തെ തന്നെ അവഹേളിക്കുന്ന, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ച കേരളത്തിന്റെ സൈന്യത്തെ, അവരുടെ വിയർപ്പിന്റെ മണത്തെ അവഹേളിക്കുന്ന ഒരു പോസ്റ്റാണ് എന്നുള്ളത് കേരളത്തെ സാംസ്കാരിക കേരളം കൃത്യമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ തീരദേശങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ പ്രതിഷേധം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഒരു മറുപടിയാണ് ഇദ്ദേഹം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. താൻ മത്സ്യങ്ങളെ എന്നും വെറുക്കുന്നില്ല, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ വെറുക്കുന്നില്ല എന്നത് കാണിക്കുവാൻ വേണ്ടി പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ശശി തരൂർ അവിടെ എത്തി ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം നാടകം കളിക്കുവാൻ വേണ്ടി തയ്യാറായതും, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മത്സ്യ മാർക്കറ്റിലേക്ക് ചെന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം കാണിക്കണമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഈ വന്നിരുന്ന സ്ത്രീകൾ, അതായത് മത്സ്യത്തൊഴിലാളികൾ തന്നെ അവരുടെ ഉപകരണങ്ങളും അതുപോലെ തന്നെ മത്സ്യങ്ങളുമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിലൊരു പ്രഹസനം കാഴ്ചവെക്കുന്നതിലൂടെ കൃത്യമായി തന്നെ ഇലക്ഷനെ നേരിടാനുള്ള ഒരു പ്ലാൻ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട ശശി തരൂരിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നില്ല തന്റെ ട്വിറ്റർ പോസ്റ്റിനെ കുറിച്ച്. മാധ്യമ പ്രവർത്തകർ ചോദിച്ചതിന് കൃത്യമായിട്ടുള്ള യാതൊരുവിധ മറുപടിയും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ നാടകമായി തന്നെ കാണാൻ കഴിയും. വരുന്ന ഇലക്ഷനെ നേരിടാനുള്ള തരൂരിന്റെ തന്ത്രങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
റിനു, അതുപോലെ തന്നെ ഇന്നലകളിലും ഇന്നുമായി നാട്ടുകാരുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ തന്നെ തരൂരിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ജനങ്ങൾക്ക് മനസ്സിലായി. അതിൽ നിന്നും വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ഒരു വോട്ട് തന്ത്രം മാത്രമല്ലേ ചന്തയില്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത ചന്ത, അതായത് ഒരു ചന്ത സ്വഭാവം ഇല്ലാത്ത സ്ഥലത്ത് ചന്ത ഉണ്ടാക്കി ഇന്നൊരു വോട്ടിന് വേണ്ടിയുള്ള തന്ത്രം മെനഞ്ഞതല്ലേ ശശി തരൂർ? ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള തരൂരിന്റെ ഒരു സ്വഭാവമല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും. അതായത് തിരുവനന്തപുരത്ത് തീരദേശ മേഖലകൾ നിരവധിയാണ്. ഏറ്റവും കൂടുതൽ തീരദേശ മേഖലകൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അതിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതലായി പ്രാതിനിധ്യമുള്ള കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് വിഴിഞ്ഞത്തെ ഈ കരിംകുളം എന്ന് പറയുന്ന പുതിയതുറ പ്രദേശം. ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട്, അവിടെ കോൺഗ്രസുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ ആ സ്ഥലം തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം കളിക്കുവാൻ വേണ്ടി തരൂരും അല്ലെങ്കിൽ കോൺഗ്രസും തയ്യാറെടുത്തത് എന്നുള്ളത് പ്രത്യേകം കാണേണ്ടതുണ്ട്. മറ്റ് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശശി തരൂരിന് യാതൊരു രീതിയിലും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം കളിക്കാൻ കഴിയില്ല. കാരണം തീരദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തരൂരിന്റെ ട്വിറ്റർ പോസ്റ്റിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവിടെയെങ്ങും തരൂരിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രദേശം തെരഞ്ഞെടുത്തതും ഇവിടെ കൃത്രിമമായി ഒരു ചന്ത സൃഷ്ടിച്ചുകൊണ്ട് തരൂർ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകം കളിക്കാൻ തയ്യാറായതും. കോവളം MLA വിൻസെന്റ്, അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. ശിവകുമാർ നേരത്തെ തന്നെ അവിടെ എത്തി ഈ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടിരുത്തി അവർക്ക് കൃത്യമായി തന്നെ ക്ലാസ് കൊടുക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. അവിടെ തരൂർ എത്തുമ്പോഴേക്കും മത്സ്യങ്ങൾ കൊണ്ട് കൈകൾ കൊണ്ട് ഉയർത്തി സ്വീകരിക്കണം എന്നൊക്കെ കൃത്യമായി ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തരൂർ വന്നതിന് ശേഷം ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ അതേപടി ശിവകുമാർ പറഞ്ഞതുപോലെ തന്നെ മത്സ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കുന്നു. ഒപ്പം പെട്ടെന്ന് ചെന്ന് അതിൽ ഒരു മത്സ്യം എടുത്തുയർത്തുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായി പ്രചരിച്ചതാണ് കാര്യം. ശശി തരൂർ പേപ്പറുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് കൃത്യമായി ഒരു മത്സ്യത്തെ എടുത്ത് ഉയർത്തുന്നത്. അത് മാറി ഇപ്പോൾ കൈകൊണ്ട് തന്നെ നേരിട്ട് ആ ഒരു മത്സ്യത്തെ എടുത്തുയർത്തുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രഹസനമാണ് നമുക്ക് ഇന്ന് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് വിഴിഞ്ഞത്തെ പുതിയതുറയിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വ്യക്തമാണ്, വിഴിഞ്ഞം പുതിയതുറയിൽ ശശി തരൂരിന്റെ ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ് കാണാൻ സാധിച്ചത്. മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ അവഹേളിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഒരു പ്രഹസനത്തിലൂടെ പുറത്തുവരുന്നത്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും റിനു ശ്രീധർ നൽകിയത്. മീൻമണമേറ്റാൽ ഓക്കാനം വരുമെന്ന ശശി തരൂരിന്റെ വിവാദ പരാമർശത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുമെന്ന വാദമാണ് തരൂർ മുന്നോട്ട് വെച്ചത്. ശുദ്ധ വെജിറ്റേറിയൻ പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയും ഇല്ലായിരുന്നു. മീമണമേറ്റാൽ തനിക്ക് ഓക്കാനം വരുമെന്ന് കടലിന്റെ മക്കളെ അപമാനിച്ച് ട്വിറ്ററിൽ ശശി തരൂർ നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നും സംസ്ഥാനത്തുടനീളം നടന്നത്. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരന്റെയും ദേഹത്ത് വിയർപ്പ് ഉണക്കും, മത്സ്യത്തൊഴിലാളിയുടെ ദേഹത്ത് മത്സ്യം ഉണക്കും. ഈ വിയർപ്പിൻ്റെ ഗന്ധവും മത്സ്യഗന്ധവുമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും അദ്ദേഹം വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ പോലും നടത്താത്ത ഒരു MP ആണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. കോൺഗ്രസ് അനുകൂല മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളെയും കോവളം MLA M വിൻസെന്റിനെയും കൂടെ കൂട്ടിയായിരുന്നു ശശി തരൂരിന്റെ വാർത്താസമ്മേളനം. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം ആക്ഷേപമുന്നയിച്ചു. മനഃപൂർവ്വമായിട്ട് അതിനൊരു ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഓഹാരം വരുന്ന ഒരു ശബ്ദി വരുന്ന തോന്നലുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രചരണം ചെയ്യാൻ തുടങ്ങി. ഞാൻ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചു. എന്നാൽ ശുദ്ധ സസ്യബുക്ക് പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഏത് ചാനലിലാണ് വന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിലെന്ന് മനസ്സിലാക്കി. പരാമർശം വിവാദമായതോടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ച് മുൻപോട്ടു പോകാനാണ് ശശി തരൂരിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലേക്ക് ഇന്നത്തെ പ്രചരണ പരിപാടികളും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ കോഴിക്കോട് LDF കൺവീനർ A വിജയരാഘവൻ സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ആ തെരഞ്ഞെടുപ്പിന്റെ ഹൃദയം അതാണ്.
ഭരണപരാജയത്തിന്റെ ഒരു ദൈർഘ്യമേറിയ പട്ടിക കഴിഞ്ഞ 5 വർഷകാലത്തെ BJP ഭരണത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അത് മതനിരപേക്ഷതയെ തകർത്തു, അത് സാമൂഹ്യ നീതിയെ പരിപൂർണമായി ഇല്ലാതാക്കി. എപ്പോഴെങ്കിലും അത് അതിദുർബലിന് വേണ്ടി അതിന്റെ ഹൃദയം തുടിച്ചു. 50 വർഷത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയല്ലേ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നത്? ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള നമ്മുടെ പുതിയ തലമുറക്ക് ഒരു തൊഴിലവസരമുണ്ടോ? 7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നിടത്ത് നഗരങ്ങളിൽ 28% തൊഴിലില്ലായ്മ നിരക്ക് അഭ്യസ്തവിദ്യനെ രേഖപ്പെടുത്തുക എന്നത് അചിന്തനീയമായ കാര്യമാണ്. സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ കണക്ക് തന്നെ ഒരു കള്ളക്കണക്കായിരിക്കാമെന്നാണ്. വലിയ കാർഷിക തകർച്ച എങ്ങനെ രാജ്യത്തിന് വന്നു വരുന്നത്? നോട്ട് നിരോധനം പോലെയുള്ള ദൂരക്കാഴ്ചയില്ലാത്ത ഒരു നയം, ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവർ മുന്നോട്ട് പോയില്ലേ? എന്തെങ്കിലും ഒരു രാജ്യത്തെ കുറിച്ച് സമ്പദ്ഘടനയെ കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിച്ചോ? ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടാവുമോ? 70 ലക്ഷം പേരുടെ തൊഴിൽ ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഒരു 14 കൊല്ലം പിറകിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ, എല്ലാ കൃഷിക്കാരന്റെയും ജീവിത വ്യവഹാരത്തിലെ എല്ലാ നേട്ടവും ഒരുമിച്ച് ഇല്ലാതാക്കാൻ ഏത് ഭരണാധികാരിക്കാൻ കഴിയാൻ നരേന്ദ്രമോദിക്കല്ലാതെ? റിസർവ് ബാങ്കിനോടെങ്കിലും ഒന്ന് ആലോചിക്കുന്നത്. റിസർവ് ബാങ്കിന് ഒരു ഗവർണർ ഇല്ലേ? നോട്ട് അടിക്കുന്നതാരാ? റിസർവ് ബാങ്ക് ഗവർണറാ. എന്നാൽ നോട്ട് നിരോധിക്കുമ്പോ നോട്ടടിക്കുന്ന റിസർവ് ബാങ്ക് ഗവർണറോട് പോലും ആലോചിക്കാതെ രാജ്യത്തെ തകർക്കാൻ കഴിയുന്ന ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ്. ഒരു സംഘപരിവാർ പ്രചാരകന് മാത്രമേ ഇത്ര ബുദ്ധിശൂന്യമായി പെരുമാറാൻ കഴിയുകയുള്ളൂ. കാരണം ആ പ്രവർത്തനത്തിൽ ബുദ്ധിക്കൊരു സ്ഥാനവുമില്ല. ഉറപ്പായില്ലേ? ഇഷ്ടപ്പെട്ട മുതലാളിക്ക് രാജ്യത്തെ അവൻ കൊടുക്കല്ലേ? പോർട്ട്, എയർപോർട്ട്, 2 പോർട്ടുണ്ട്, സീ പോർട്ടും എയർപോർട്ടും. തിരുവനന്തപുരം നോക്കൂ നിങ്ങൾ, 2 അദാനിക്ക് കൊടുത്തിരിക്കല്ലേ? 2 അദാനിക്കല്ലേ? അതാണ് ഇതിന്റെ മുമ്പ് എയർപോർട്ട് നടത്തിയില്ല. അതാണ് എന്താ ചെയ്യുക? ആ എയർപോർട്ട് കിട്ടിയാൽ അത് പണയം വെച്ച് കാശ് കൊടുക്കും. എയർപോർട്ട് സൗജന്യമായി കിട്ടിയാൽ അത് പണയം വെച്ച് 10,000-ഓ 25,000-ഓ കോടി രൂപ നമ്മളുടെ ദേശാർക്കൃത ബാങ്കിൽ നിന്ന് മേടിച്ച് അത് അടയ്ക്കാതെ പോകും. ആര് പിടിക്കുന്നു? ഇതാണ് ചങ്ങാത്ത മുതലാളിത്തം. എല്ലാം തകർന്ന അനിൽ അംബാനിക്ക് 10,000-കണക്കിന് കോടി രൂപയുടെ സഹായമല്ലേ ചെയ്തു കൊടുത്തത്? റഫേൽ അഴിമതിയിൽ പങ്ക് അവിടേക്ക് ചെല്ലുന്നത് അതുവഴിയാണല്ലോ. ഏത് മൂല്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? എവിടെയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഒരു മുൻഗണന കിട്ടുന്നത്? ഇതാണ് ഇടതുപക്ഷം ചർച്ച ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം എന്താ? ഈ ഗൗരവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ UDF-ന് സാധിക്കുന്നുണ്ടോ? BJP നമ്മുടെ സാമൂഹ്യ ഘടനയിൽ, നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യർ തമ്മിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങളിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന വിപര്യങ്ങളെ പ്രതിരോധിച്ചു തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനം ഈ UDF വർക്കുണ്ടോ? എത്ര കൃത്യമായാണ് ഇടതുപക്ഷം എന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇടതുപക്ഷം പറഞ്ഞു, എന്ത് വില കൊടുത്തും ഞങ്ങളുടെ കരുത്തും കഴിവും ആകെ BJP-യെ അധികാരഭ്രഷ്ടമാക്കുക എന്ന രാഷ്ട്രീയ ദൗത്യത്തിനായി വിനിയോഗിക്കും. ഒരു മതേതര ഗവൺമെന്റാണ് ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നത്. ഇടതുപക്ഷം അതിന്റെ കരുത്ത് സ്വയം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഏതാനും സ്ഥാനാർത്ഥികളെ നിർത്തും. അല്ലാത്ത എല്ലായിടത്തും BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആരാണോ എന്ന് നോക്കി ആ സ്ഥാനാർത്ഥിയുടെ മറ്റ് രാഷ്ട്രീയ പരിഗണനകളിലേക്ക് പോകാതെ BJP-യെ തോൽപ്പിക്കാൻ പറ്റിയ ഒന്നാമത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും എന്നാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചത്.
50 വർഷത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിട്ടത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണെന്നും മാത്രമല്ല കാർഷിക ആത്മഹത്യയും കർഷകരുടെ തളർച്ചയും ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നും കോഴിക്കോട് എ വിജയരാഘവൻ സംസാരിച്ചു. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്ന് പോലീസ്. പോസ്കോ നിയമപ്രകാരം അരുണിനെതിരെ കേസെടുത്തു. പ്രതി കഞ്ചാവിന് അടിമയാണെന്നും പോലീസ്. കുട്ടിക്ക് നിലവിലെ ചികിത്സ തുടരാൻ മെഡിക്കൽ ബോർഡ് നിർദ്ദേശം നൽകി. തലച്ചോറ് മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പറയാറായിട്ടില്ലെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അറിയിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയുടെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ 5-അംഗ സംഘം കുട്ടിയെ പരിശോധിക്കാനെത്തിയത്. ന്യൂറോ സർജനും ശിശുരോഗ വിദഗ്ധനും ഉൾപ്പെട്ട സംഘം കുട്ടിയെ വിശദമായി പരിശോധിച്ചു. കുട്ടിക്ക് നൽകുന്ന ചികിത്സ തൃപ്തികരമാണെന്നും വെന്റിലേറ്ററിന്റെ സഹായം തുടരാനും സംഘം നിർദ്ദേശം നൽകി. മസ്തിഷ്കം നേരിയ തോതിൽ പ്രവർത്തിക്കുന്നതിനാൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. അതേസമയം പ്രതി അരുൺ ആനന്ദ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായ പ്രതിക്കെതിരെ തെളിവുകൾ ശേഖരിച്ച ശേഷം പോക്സോ നിയമപ്രകാരവും കേസെടുത്തു. ഇനി വേറൊരു കേസ് കൂടി എടുക്കണം. ഇദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷലായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി അരുൺ ആനന്ദിനെ വൻ പോലീസ് സന്നാഹത്തോടെ കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീടിനുള്ളിലെ ഭിത്തിയിൽ നിന്ന് ചോരക്കറയും കുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച മുറിഞ്ഞ വടികളും അന്വേഷണ സംഘം കണ്ടെടുത്തു. 15 മിനിറ്റ് നീണ്ട തെളിവെടുപ്പിന് ശേഷം പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ അസഭ്യവർഷവുമായി പാഞ്ഞെടുത്തു. തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതിയെ സ്റ്റേഷനിലെത്തിച്ചത്. 1 മാസം മുൻപ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന പേരിലാണ് യുവതിയും അരുണും ഇവിടെ വീടെടുത്ത് താമസം തുടങ്ങിയത്. അയൽവാസികളുമായി ഇവർ അധിക ബന്ധം പുലർത്തിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്ന ദിവസം ഇവരുടെ വീടിന് മുകൾ നിലയിൽ താമസിക്കുന്നവർ സ്ഥലത്ത് ഇല്ലായിരുന്നു. പ്രതിയുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പിയും മഴുവും പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ. കോലഞ്ചേരിയിൽ നിന്നും വിഷ്ണുപ്രസാദ്. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാരയാണ് മരിച്ചത്. ഓയൂർ സ്വദേശി ചന്തുലാൽ, ഗീതലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 21-നാണ് തുഷാര മരണപ്പെടുന്നത്. മരിച്ച നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ഭർത്താവും വീട്ടുകാരും മുങ്ങുകയായിരുന്നു. സ്ത്രീധന പീഡനം മൂലമാണ് മരണമെന്ന് പരാതി ഉയർന്നതോടെ പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. ഇതിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തുഷാരയ്ക്ക് വേണ്ടത്ര ഭക്ഷണമോ പോഷകാഹാരങ്ങളോ ലഭിച്ചിരുന്നില്ല. ശാരീരികവും മാനസികവുമായ പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. മരണസമയത്ത് 21 കിലോ ഭാരം മാത്രമാണ് തുഷാരയ്ക്ക് ഉണ്ടായിരുന്നത്. പലപ്പോഴും മകളെ കാണാൻ പോലും ഭർത്താവും വീട്ടുകാരും അനുവദിച്ചിട്ടില്ലെന്ന് തുഷാരയുടെ അമ്മ പറഞ്ഞു. നമ്മൾ ഫോൺ ചെയ്താൽ തന്നെയാണ് ഫോൺ കൊടുക്കത്തില്ല കുഞ്ഞിന്. അവൻ പല കാരണങ്ങളും പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വീട്ടിൽ വന്നിട്ട് വിളിക്കാം. നമ്മൾ 2-3 പ്രാവശ്യം വിളിക്കുമ്പോഴും അവൻ പറയും ഞാൻ പുറത്താണ്, ഞാൻ വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവൻ ഫോൺ എടുക്കാറ് പോലുമില്ല. തുഷാരയുടെ ഭർത്തൃമാതാവ് ഗീതലാൽ ആഭിചാരവും മന്ത്രവാദവും വീട്ടിൽ നടത്തിയിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. ദുർമന്ത്രവാദത്തിനെതിരെ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. BJP പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിരന്തരം ചീത്ത വിളിക്കുകയും വീട്ടിന്റെ മുറ്റത്ത് കയറി വന്ന് അടിക്കാൻ വരികയും ഈ പെണ്ണിനെ ഇവിടുന്ന് അടിച്ചെടുത്ത് അവിടെ പൊക്കി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്നിട്ട് ഉച്ചയ്ക്കൊക്കെ ആ പെണ്ണ് ഞങ്ങൾ അയ്യത്തെ ഓടിക്കേറി വരുന്നതിന് എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ശല്യമായിട്ട് മാറിയേക്കോ, ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ സ്റ്റേഷനിൽ പോകാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് നീതി കിട്ടത്തില്ല. രാഷ്ട്രീയക്കാരെയും BJPക്കാരെയും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീഷണി. ചന്തുലാലിനും കുടുംബത്തിനും പരിസരവാസികളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ ഇതും ഒരു കാരണമായി. കേസിൽ ചന്തുലാലിനെയും അമ്മ ഗീതാലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.